കൂടല്ലൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കൂടല്ലൂർ എന്ന കൊച്ചു ഗ്രാമം ലോക സാഹിത്യത്തിന് സംഭാവന നൽകിയ ഒരു അപൂർവ പ്രതിഭ MT വാസുദേവൻ നായർ മറയുമ്പോൾ കൂടല്ലൂരുകാർക്ക് ഓർക്കാനേറെ ഉണ്ടാകും. കൂടല്ലൂരിലെ ബാല്യം ആണ് അദ്ദേഹത്തിലെ എഴുത്തുകാരനെ, അദ്ദേഹത്തിലെ സർഗപ്രതിഭയെ പരുവപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം പലകുറി അത് പറഞ്ഞിട്ടുള്ളതുമാണ് നേരിട്ട് തന്നെ. അപ്പോൾ ആ വള്ളുവ നാടിനെ, നിളയോരത്തെ കഥാപാത്രങ്ങളും പരിസരവും ഒക്കെയാണ് അദ്ദേഹത്തെ വളർത്തിയെടുത്തതും പരുവപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിർമ്മിതികൾക്ക് പ്രചോദിതമായതും. ആ നിലയ്ക്കിപ്പോൾ MT മറയുമ്പോൾ കൂടല്ലൂരിന് എന്ത് പറയാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നന്ദഗോപാൽ, കൂടല്ലൂരിൽ എത്തി നിൽക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക്, ബന്ധുക്കൾക്കൊക്കെ എന്തെല്ലാം ഓർക്കാനുണ്ട്, എന്തെല്ലാം പറയാനുണ്ട്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട്ടിലാണുള്ളത് ഈ കൂടല്ലൂർ എന്ന് പറയുന്ന ഈ നാട്. അവിടെയുള്ള മാടത്ത്, തെക്കേപ്പാട്ട്, തറവാട്, ഈ ഒരു സ്ഥലമാണ് MTക്ക് ഏറ്റവും അധികം കഥകളെയും കഥാപാത്രങ്ങളെയും സമ്മാനിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നാട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇവിടെയാണ് വളർത്തിയെടുത്തത്. ഇവിടെ നിന്നുമാണ് MTക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂടല്ലൂർ ഇന്നിപ്പോൾ വലിയ വിഷമത്തിലാണ്. പ്രത്യേകിച്ചും അദ്ദേഹം എഴുതി വെച്ച കഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും ഒക്കെ തന്നെ ഇപ്പോഴും ഈ നാട് അറിയപ്പെടുകയാണ്. എല്ലാവരും ഒരുപോലെ ഓർക്കുകയാണ്. ഒരുപക്ഷെ അന്ന് MT എഴുതിയ ഈ ഒരു കഥകളിലെ നാടിൽ നിന്നും ഒരു രൂപമാറ്റമൊക്കെ വന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് MT തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഈ കൂടല്ലൂരിന്റെ ഭംഗി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ തന്നെയുണ്ട്. നാലുകെട്ടിലും കാലത്തിലുമൊക്കെ അത് കൃത്യമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്, അതുപോലെ ഈ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാവാത്ത ഒരാൾ പോലുമില്ല. ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. അങ്ങനെ വലിയ അഭിമാനമുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ വലിയ വിഷമത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ ഓർക്കുകയും ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു നമുക്കൊപ്പം ചേരുകയാണ്. വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ ഓർക്കുന്നു ഈ ഒരു MT? ഓർക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണല്ലോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കാലഘട്ടങ്ങളൊക്കെ ഓർക്കുന്നത്. എല്ലാവരെയും, ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ണിമാമ. അപ്പം അത് ഓർക്കുമ്പോൾ ഇന്നില്ലല്ലോ, ഇനി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ട്. ഈ ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ഓരോരുത്തരും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും ഈ നാടിന്റെ ഓരോ ഇടവഴികളും അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇന്നത്തെ ജനറേഷനിൽ ഇല്ല എന്നുള്ളത്, ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാരല്ല ആ കഥാപാത്രങ്ങൾ. പണ്ട് ജീവിച്ചിരുന്ന ഓരോരുത്തരും തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. കൂടല്ലൂരിനെ സ്പർശിക്കാത്ത ഒരു കഥകളോ അല്ലെങ്കിൽ നോവലുകളോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോലും അദ്ദേഹം എഴുതുമ്പോൾ അതിൽ കൂടല്ലൂർ, കോഴിക്കോടാണ് താമസം എത്രയോ വർഷങ്ങളായിട്ടെന്ന് വെച്ചാലും അദ്ദേഹം ഈ കൂടല്ലൂരിനെ സ്പർശിക്കാത്ത ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ നാടിന് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ഈ കാലത്തിലും നാലുകെട്ടിലുമൊക്കെ ഈ നാട് അതുപോലെ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇന്നും കൂടല്ലൂർ ആ പഴയ കൂടല്ലൂർ തന്നെയാണ് അദ്ദേഹം ആ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള. അതുപോലെ തന്നെ വലിയ മാറ്റമൊന്നും ഇല്ലാത്തൊരു ഗ്രാമം തന്നെയാണ് ഇന്നും കൂടല്ലൂര്. തീർച്ചയായും അങ്ങനെ അദ്ദേഹത്തെ വലിയ വിഷമത്തോടു കൂടിയാണ് ആളുകളൊക്കെ ഓർക്കുന്നത്. വലിയ നഷ്ടം ഈ ഒരു നാടിന് സംഭവിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും അദ്ദേഹം കോഴിക്കോടേക്ക് മാറിയെങ്കിലും ഈ കൂടല്ലൂരിൽ നിന്നും അദ്ദേഹത്തെ പറിച്ചു നടാൻ സാധിച്ചിട്ടില്ല. എപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, കൂടല്ലൂരിൽ നിന്നും MTയെയും MTയിൽ നിന്നും കൂടല്ലൂരിനെയും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ അത്രയേറെ അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു നാടും അദ്ദേഹവും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവസാന പിറന്നാൾ ദിനത്തിന് കുറച്ചു ദിവസം മുൻപാണ് അദ്ദേഹം ഈ നാട്ടിലെത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ MT ഇവിടെ നിന്നും അവസാനം യാത്രയാവുകയും ചെയ്യുകയായിരുന്നു. ഇവിടെയുള്ള ഓരോ കഥാപാത്രങ്ങൾ, നമ്മുടെ ശങ്കരൻ നായരും മൂത്താച്ചിയും വല്യമാമയും വക്കീൽ കുമാരൻ നായരും യൂസഫും ഉൾപ്പെടെ ഓരോ കഥാപാത്രങ്ങളും ഈ നാട്ടിലുള്ളവരാണ്. അങ്ങനെ പല തരത്തിൽ ഈ നാടിന് അദ്ദേഹത്തെ ഓർക്കാനുണ്ട്. പല തരത്തിൽ അദ്ദേഹം ഈ നാടിന് അഭിമാനമാണ്. അപ്പോൾ വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ നാട് ഈ ഒരു വിയോഗത്തെ കാണുന്നത്. സേഫു, കൂടല്ലൂരിൽ നിന്നാണ് നന്ദഗോപാൽ വിവരങ്ങൾ നൽകിയത്, ഓർമ്മകൾ പങ്കുവച്ചത്.
ലോകസാഹിത്യ ഭൂപടത്തിൽ കൂടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തെ മിടിവോടെ വരച്ചിട്ട് അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് വിടവാങ്ങിയിരിക്കുന്നത്. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നത് തുടക്കത്തിലൊക്കെ എംടിക്കൊരു കീർത്തിമുദ്രയായിരുന്നുവെങ്കിൽ പിന്നീടത് ഒരു ഒഴിയാബാധയായി മാറുന്നതും നമ്മൾ കണ്ടതാണ്.